അങ്കമാലിയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇനി. ഡോക്ടർ ഉന്മേഷ് ശിവരാമനും ലാൽകൃഷ്ണനും ചേരുന്നു. നമ്മളൊടുവിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അങ്കമാലി മണ്ഡലത്തിന്റെ ഭാഗമായ മലയാറ്റൂരാണ്. ഇന്ന് ഈസ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഈ മലയാറ്റൂരിൽ വലിയ തിരക്കുണ്ട്. അങ്ങ് ദൂരെ വരെ നോക്കിയാൽ കാണാം, ആളുകളുടെ തിരക്ക് കാണാം. ഒട്ടനവധി കടകളുണ്ട്, അവിടെയൊക്കെ ആളുകൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അങ്കമാലി മണ്ഡലത്തിന്റെ ഭാഗമാണ് മലയാറ്റൂർ. ഇവിടെയുള്ള ആളുകൾ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ കാണുന്നു, എങ്ങനെയാണ് അവർ ഈ അവസാന ലാപ്പിലെത്തുമ്പോൾ ആര് ജയിക്കും എന്നുള്ള അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അങ്കമാലിയുടെ മനസ്സിലെന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ലാൽകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രം എന്താണെന്ന് കൂടി വിലയിരുത്തുന്നതിന് വേണ്ടി. ലാൽ, അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് പ്രചാരണം അങ്കമാലിയിലും. എങ്ങനെയാണ് നമുക്ക് നിലവിലെ സ്ഥിതി പറയാൻ കഴിയുക? LDF സംബന്ധിച്ചിടത്തോളം CPM ഏറ്റെടുത്തൊരു സീറ്റാണ് അങ്കമാലി. സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷ LDF ആ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. റോജി എം ജോൺ കഴിഞ്ഞ 3 ടൈമായിട്ട് അങ്കമാലിയുടെ MLA ആണ്. ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നൊരു MLA കൂടിയാണ് റോജി. ചെറുപ്പക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതനുസരിച്ചുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. വികസനമില്ലായ്മയാണ് പ്രധാനമായിട്ടും. അതായത് വന്യജീവി ആക്രമണം, അതോടൊപ്പം ആധ്യാത്മിക കേന്ദ്രങ്ങളുടെ ഒരു ആസ്ഥാനം, MC റോഡ്, അതുപോലെ നാഷണൽ ഹൈവേ എല്ലാം കടന്നു പോകുന്നൊരു പ്രദേശം. പക്ഷേ അതിനനുസരിച്ച് അങ്കമാലി വികസിച്ചിട്ടില്ല എന്നുള്ളതാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതേ നാണയത്തിൽ തന്നെയാണ് റോജി തിരിച്ചടിക്കുന്നത്. അതായത് അയ്യമ്പുഴയിൽ പ്രഖ്യാപിച്ച ഗിഫ്റ്റ് സിറ്റി പദ്ധതി എങ്ങും എത്തിയില്ല. അങ്കമാലിയിൽ നിന്ന് നമ്മുടെ കുണ്ടന്നൂരിലേക്ക് പ്രഖ്യാപിച്ച ബൈപ്പാസ് എങ്ങും എത്തിയിട്ടില്ല. MC റോഡിന്റെ വികസനം എങ്ങും എത്തിയിട്ടില്ല. ഇതിനെല്ലാം മൂല കാരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ്, ഫണ്ടില്ലായ്മയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. ഒരു പടി മേൽക്കൈ എന്തായാലും റോജിക്ക് ഉണ്ട് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം 2020യുടെ സാന്നിധ്യമാണ്. കഴിഞ്ഞ തവണ അടക്കം 2020 പിടിച്ച വോട്ടുകൾ ഇത്തവണ വിഘടിച്ചു പോകാൻ സാധ്യതയില്ല. അത് സ്വാഭാവികമായിട്ടും റോജിയുടെ അക്കൗണ്ടിൽ കുറവുണ്ടാക്കില്ല എന്ന് തന്നെയാണ് റോജി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാജു പോളിനെ തിരിച്ചെത്തിച്ചുകൊണ്ട് അങ്കമാലി LDFിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. സാമുദായിക സമവാക്യങ്ങൾ ഇവിടെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ ലാൽ പറഞ്ഞതുപോലെ എന്താണ് പോർക്കളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കൂടി അറിയേണ്ടതുണ്ട്. ചേച്ചി, ഇവിടെ ആര് ജയിക്കും? എങ്ങനെയാ പറയാ, എല്ലാവരും ഒരേ ഇതിലാ പോണേ. ആര് ജയിക്കണം ചേച്ചിക്ക്? നമുക്ക് എല്ലാവരും തുല്യരാ. ചേച്ചി, എങ്ങനെയുണ്ട് ഇലക്ഷൻ? ഇലക്ഷൻ അടിപൊളിയായിട്ട് നടക്കണം. ആര് ജയിക്കുന്നു ഉറപ്പ് പറയാൻ പറ്റൂല. അത്ര ശക്തമായ മത്സരമാണ്. ചേച്ചിക്ക് ആരെങ്കിലും ജയിക്കണമെന്ന് പ്രത്യേകിച്ചൊരു ഇഷ്ടവും താല്പര്യമൊക്കെ പറയാൻ പറ്റൂല. പറയാൻ പറ്റൂല അങ്ങനെ. ചേച്ചി, എങ്ങനെയുണ്ട് ഇലക്ഷൻ? അടിപൊളിയായിട്ട് നടക്കണം. അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ ഈ റോജി എം ജോൺ കഴിഞ്ഞ തവണ MLA ആണ്, ഇപ്പോൾ സിറ്റിംഗ് MLA ആണ്. ഈ മണ്ഡലത്തിലേക്ക് ഒരുപാട് വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ? അത്യാവശ്യം നടത്തിയിട്ടുണ്ട്. ഇനി ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ജയിച്ചവനത് LDF ജയിച്ചു തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണമുണ്ട്. 16 മാസത്തെ പെൻഷൻ മുടങ്ങി കിടന്നിട്ട് LDF വന്നപ്പോഴാണ് കൊടുത്തത്. അതുകൊണ്ട് അവര് ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചേച്ചിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും LDF വരണം. LDF തന്നെ വന്നം. UDF വന്നാ പെൻഷൻ കിട്ടില്ല. പെൻഷൻ കിട്ടില്ല എന്നല്ല, മുടങ്ങി കിടന്ന പെൻഷൻ കൊടുത്തത് LDF ആണോ? അതുകൊണ്ട് LDF ജയിച്ചു തന്നെ. അങ്കമാലി മണ്ഡലം കുറച്ച് വർഷമായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ MLA മാർ വന്നിട്ടേ വികസന പ്രവർത്തനങ്ങളിൽ വളരെ പുറകിലോട്ടാണ്. അതായത് LDF ആണെങ്കിൽ കുറച്ചും കൂടി വികസനം തുടർച്ചയായിട്ട് നടന്നു പോകുന്നുണ്ട്. ആളുകളുടെ പെൻഷൻ സ്കീമുകളൊക്കെ ആളുകൾക്ക് തൃപ്തികരമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെയുള്ള പ്രവർത്തനം ഇതൊന്നും ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തില്ല. കാരണം ആളുകൾ ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലും ബഹളും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവില്ല. അതിന് ശരിക്കും നടക്കണേ. ജനങ്ങൾക്ക് താല്പര്യം കൂടുതലും ഇടതുപക്ഷ ചായ്വുള്ള സർക്കാർ വരണമെന്നുള്ള ആഗ്രഹം. ഈ കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലിട്ട് ജയിച്ച് ഭരണം കിട്ടുന്നത് കളയാനും വെറുതെ വിമർശിച്ചുകൊണ്ടിരിക്കാനോ പറയുള്ളൂ. ജനനന്മയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന പരിപാടിയില്ല. അപ്പോൾ LDF ജയിച്ചു വരട്ടെ എന്നുള്ള ആഗ്രഹം. ശരി ചേട്ടാ, ഈ മണ്ഡലത്തിലെ ആളാണോ? അങ്കമാലി. ഇവിടെ ആര് ജയിക്കണം എന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം? ജയിക്കാൻ ആഗ്രഹമല്ല, ഇവിടെ റോജി ജയിക്കുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇന്ന് റോജി ജയിക്കണം എന്ന് പറയുന്നത്? അല്ല, റോജി ജയിക്കാന്ന് പറഞ്ഞാൽ റോജി അതിനുള്ള കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് മലയാറ്റൂരിന് തന്നെ ഒരുപാട് സംഭവങ്ങൾ റോജി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ളൂ. ആര് ജയിക്കും ഇത്തവണ? റോജി എം ജോൺ. റോജി ജയിക്കും. ഒരുപാട് വികസനം കൊണ്ടുവന്നു. ഇവിടെ ഈ മലയാറ്റൂരിലൊക്കെ ഒരുപാട് വികസനം കൊണ്ടുവന്നു. 30 വർഷം ഭരിച്ചിട്ടില്ലാത്ത വികസനം ഇവിടെ കൊണ്ടുവന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട നേതാവാണ്. എന്താണ് അങ്കമാലിയിൽ ലാസ്റ്റ് എന്താണ് പറയാനുള്ളത്? ആര് ജയിക്കും? UDFിൻ്റെ ആര് ജയിക്കുമെന്നാണ് റോജി ജയിക്കുള്ളൂ എന്ന് പറയുന്നത്. ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? ഇവിടെ ആര് ജയിക്കണം എന്നാണ് ചേട്ടന്റെ ആഗ്രഹം? പല രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഇപ്പോൾ ശക്തമായ മത്സരം നടക്കുന്നു എന്നൊരു പ്രതീതി ഇപ്പോൾ ഉണ്ട്. ഏതായാലും നമുക്ക് എന്താണ് അങ്കമാലിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നത് അത് വോട്ടെണ്ണുന്ന സമയത്ത് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ഈ വിധമാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.